ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്നാൽ കഥയിലേക്ക് കിടക്കാം. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ഒരു ദിവസം തൻ്റെ രാജകൊട്ടാരത്തിൽ ഒരു വിളംബരം നടത്തി. കാണുന്ന മാത്രയിൽ തന്നെ, അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ചിത്രം ആര് വരയ്ക്കുന്നുവോ അവർക്ക് അവർ ചോദിക്കുന്നതെന്തും ഞാൻ സമ്മാനമായി നൽകും എന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രജകൾ, വരയ്ക്കാൻ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും ചിത്രം വരച്ചു തുടങ്ങി. കാരണം രാജാവിൻ്റെ സമ്മാനം അങ്ങനെയല്ലേ. അങ്ങനെ നിരവധി ചിത്രങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് എത്തിത്തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ രാജകൊട്ടാരത്തിലെത്തി. രാജാവ് അതെല്ലാം നല്ലപോലെ നിരീക്ഷിച്ചിട്ട് അതിൽ നിന്നും ഫൈനൽ റൗണ്ടിലേക്ക് 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തു. ആ 2 ചിത്രങ്ങളും രാജാവ് രാജകൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ചു. അതിൽ ആദ്യത്തെ ചിത്രം മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ചിത്രമായിരുന്നു. ഒരുപാട് പൂക്കളും നദികൾ, മേഘങ്ങൾ, പക്ഷികൾ എല്ലാം കൊണ്ട് നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു ചിത്രം. ആരുടെ മനസ്സിനും സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം. രണ്ടാമത്തെ ചിത്രമാകട്ടെ വളരെ പേടിപ്പിക്കുന്ന ഒരു ചിത്രം. ഇടിയും കാറ്റും മഴയും ഇരുട്ടും വനങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ചിത്രം. ഈ 2 ചിത്രങ്ങളും കണ്ടപ്പോൾ അവിടുത്തെ പ്രജകളെല്ലാവരും പറഞ്ഞു, എന്തായാലും സമ്മാനം ആദ്യത്തെ ചിത്രത്തിന് തന്നെ, അത് ഉറപ്പ്. രാജാവ് ഈ 2 ചിത്രങ്ങളിലേക്കും ഒന്നുകൂടി നോക്കിയിട്ട് ഫലം പ്രഖ്യാപിച്ചു. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ചിത്രമാണ്. അപ്പോൾ അവിടെ കൂടിയ പ്രജകളെല്ലാവരും അത്ഭുതപ്പെട്ടു, ഇതെന്താണ് രാജാവ് ഇങ്ങനെ പറയുന്നത് എന്ന്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൻ്റെ ചിത്രകാരൻ ചോദിച്ചു, രാജാവ് ചോദിക്കുന്നതിൽ മാപ്പാക്കണം, അങ്ങ് എന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത്? ഞങ്ങൾക്കെല്ലാവർക്കും ആദ്യത്തെ ചിത്രമാണല്ലോ കണ്ടപ്പോൾ സന്തോഷം തോന്നുന്നത് എന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ആദ്യത്തെ ചിത്രത്തിൻ്റെ പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ചല്ലേ സന്തോഷം തോന്നിയത്. പക്ഷെ ഞാൻ ആ രണ്ടാമത്തെ ചിത്രത്തിൽ ഇരുട്ടും പേമാരിയും മഴയും എല്ലാം ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ മരത്തിൻ്റെ കൊമ്പിൽ ഒരു കിളി ഇരുന്ന് വളരെ സമാധാനത്തോടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുന്നത് കണ്ടു. ഞാൻ ആ ചിത്രത്തിൽ ആ ഒരു ഭാഗമാണ് ശ്രദ്ധിച്ചത്. അത് നോക്കിയപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെയധികം മനസമാധാനം തോന്നി. ശരിയാണല്ലേ? നമ്മളും എല്ലാവരും ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ നമ്മളുടെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും നമ്മൾക്ക് എപ്പോഴും മനസമാധാനം തരണം എന്നില്ല. പക്ഷെ ആ പ്രതിസന്ധികൾ ഒന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളുടെ മനസമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ? നമ്മുടെ സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നവരായിരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസമാധാനം അനുഭവിക്കുന്നവരും. ആദ്യത്തെ ചുവട് വയ്ക്കുവാനാണ് ഏറ്റവും പ്രയാസം പ്രതിസന്ധികൾ നേരിടുമ്പോൾ. പക്ഷേ അതിനുശേഷം നമ്മൾ വീണ്ടും വീണ്ടും ശക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്കും വിജയവും മനസമാധാനവും എല്ലാം തേടി വരും.